Welcome to a new session of MA Academia. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ആംപ്ലിഫയർ ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ടും അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ട്രാൻസിസ്റ്റർ മാത്രമായിട്ട് ഒരിക്കലും ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ കുറച്ച് അതർ സർക്യൂട്ട് എലമെൻറ്റ്സ് വേണം. റെസിസ്റ്റർ, കപ്പാസിറ്റർ, വോൾട്ടേജ് സോഴ്സസ് ഇതെല്ലാം കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് നമുക്ക് ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ഔട്ട്പുട്ട് ക്യാര പഠിച്ചപ്പം നമ്മൾ പഠിച്ചതാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ക്യാര നമ്മൾ വരച്ചു അല്ലേ. ഔട്ട്പുട്ട് ക്യാരയിൽ 3 റീജിയൻസ് ഉണ്ട്. സാച്ചുറേഷൻ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, ആക്റ്റീവ് റീജിയൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് സാച്ചുറേഷൻ റീജിയൻ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതൊരു കട്ട് ഓഫ് റീജിയൻ ആണ് താഴത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ റീജിയൻ, അതായത് നമുക്ക് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് തന്നെ റീജിയൻ ആണ്, കോൺസ്റ്റൻറ്റ് കറണ്ട് തന്നെ റീജിയൻ ആണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ വർക്ക് ചെയ്താൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ, ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യാം. നമുക്കൊരു ഒപ്റ്റിമം ഔട്ട്പുട്ട് കറണ്ട് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കറണ്ടും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ക്യാരയിൽ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് വി സി എന്ന് പറയുന്നത്. ഇത് ഔട്ട്പുട്ട് കറണ്ടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡി സി വോൾട്ടേജ് ആണ്. ഈ ഡി സി വോൾട്ടേജ് ഈ ഒരു വാല്യൂ കൊടുത്താൽ മാത്രമാണ് ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാച്ചുറേഷനിലോട്ടൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജുകൾ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡി സി വോൾട്ടേജുകൾ, അതായത് നമ്മൾ കൊടുക്കുന്ന ബയാസിങ്, ആ ബയാസിങ് ഡി സി വോൾട്ടേജസ് ഒക്കെ മേക്ക് ഷുവർ ദാറ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും അവിടെ ആയിരിക്കണം, ആക്റ്റീവ് റീജിയനിൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണേ, ബയാസ് ചെയ്യണം അല്ലേ. എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യും, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യും. ഇത് വി ബി എന്ന് എഴുതാം, വി സി സി എന്ന് എഴുതാം. നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പം എമിറ്റർ കോമൺ ആയതുകൊണ്ട് ബേസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നു, കളക്ടർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എമിറ്റർ ബേസിൻ്റെ അവിടെ ഫോർവേഡ് ബയാസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യും, അതായത് ആ ഒരു വോൾട്ടേജുകൾ കൊടുക്കുമ്പോഴാണ് അത് ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി അത് ഓരോ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇനീഷ്യലി കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ന് നോക്കാം. ഇതാണ് ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയറിൻ്റെ സിമ്പിൾ സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് പഠിച്ച പോലെ തന്നെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റർ നമ്മൾ പഠിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇത് ഇൻപുട്ട് സൈഡാണ്, ഇവിടെ ഇൻപുട്ട് സൈഡാണ്, ഇവിടെ ഔട്ട്പുട്ട് സൈഡാണ്, എമിറ്റർ കോമൺ ആണ്, ഇത് കളക്ടർ ടെർമിനലാണ്, ഇത് അതിൻ്റെ ബേസ് ആണ്, എമിറ്ററാണ്. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞാൽ എന്താ, ഇതിനെ ബയാസ് ചെയ്യണം അല്ലെ, വി ബി ഇ, വി ബി ബി അല്ലെങ്കിൽ വി ബി, ഇവിടെ വി സി സി കളക്ടറിൻ്റെ അവിടെ ആയതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസ് ചെയ്യണം. ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസ് ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എൻ പി എൻ ആണ്. അപ്പോൾ ഇവിടെ പി ആവുമ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, ഇവിടെ എൻ ആവുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് കണക്ട് ചെയ്യണം, പോസിറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഒരു വോൾട്ടേജ് സോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ടെർമിനലിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യത്തില്ല. നമ്മളെപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു റെസിസ്റ്റർ ഇട്ടിട്ട് ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ബേസിലോട്ട് ആയതുകൊണ്ട് നമ്മൾ റെസിസ്റ്റർ ഇട്ട്, അപ്പോൾ ആർ ബി, ഇവിടുത്തെ റെസിസ്റ്റർ ആർ സി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് വേണ്ടത്. ഒരു ആക്റ്റീവ് റീജിയനിൽ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഡി സി ബയാസിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡി സി വോൾട്ടേജുകളൊക്കെ കൊടുത്തിട്ട് ആക്റ്റീവ് റീജിയനിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് കൊടുക്കണം എവിടെയാണ്, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കോമൺ എമിറ്റർ ആണ്. ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം ഏതാണ്, ബേസ്. ബേസിലോട്ടാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്കൊരു വി എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാരലായിട്ടൊരു ചെറിയ റെസിസ്റ്റൻസ്, വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് ആർ എസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യാനും അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആർ എസ്. എന്നിട്ട് ആർ എസ് നിന്നാണ് നേരെ എന്തിലോട്ട് എടുക്കുന്നത്, ബേസിലോട്ട്. ഔട്ട്പുട്ട് നമ്മൾ കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്, അത് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഇൻപുട്ടിലൊരു കളക്ടറുണ്ട് C1, ഔട്ട്പുട്ട് സൈഡിലും ഒരു കളക്ടർ അല്ല കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും 2 കപ്പാസിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഡി സി
DC വോൾട്ടേജ് ഒക്കെ കൊടുത്ത് അതിൻ്റെ പ്രോപ്പറായിട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളറിയാണ്ട് ഏതെങ്കിലും ഒരു DC വോൾട്ടേജ് അതിനകത്തോട്ട് വന്നു. അങ്ങനെ വന്നാൽ ആക്ച്വലി എന്ത് സംഭവിക്കും? ഇപ്പം മിസ്റ്റേക്ക് വരച്ച പോലെ ഈ VCA ഒക്കെ കുറയുവാണ് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂടുവാണെങ്കിൽ നമുക്ക് എന്താ പറ്റുക? നമുക്കറിയാം VC ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് വിഡ്ത്ത് മോഡുലേഷനൊക്കെ സംഭവിക്കും, ഡാമേജ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇനി VC എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു പർട്ടിക്കുലർ ബയാസ് ചെയ്തെടുത്തിരിക്കുന്ന കണ്ടീഷൻസിൽ നിന്ന് മാറാൻ പാടില്ല. അത് കുറഞ്ഞാൽ ചിലപ്പോൾ സാച്ചുറേഷനിലോട്ടും അല്ലെങ്കിൽ കട്ട് ഓഫിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ DCനെ ഒരു കാരണവശാലും ഇനി ആ കൊടുത്തിരിക്കുന്ന ബയാസിനെ മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ത് പറ്റും? ഷിഫ്റ്റ് ചെയ്യും സാച്ചുറേഷനിലോട്ടും കട്ട് ഓഫിലോട്ടൊക്കെ. അപ്പോൾ നമുക്ക് ആംപ്ലിഫയർ ആണ് ആവേണ്ടത്, അപ്പോൾ അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഫർദർ DCനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് നമുക്കറിയാം കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എല്ലാത്തിനും റെസിസ്റ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് 1/2π FC എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് എന്താണ്? AC ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുമ്പോൾ XC എന്ത് പറ്റും? കൂടും. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ വരുമ്പോൾ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസ് റെസിസ്റ്റൻസ് എന്ത് പറ്റും? കുറയും. അപ്പോൾ ACനെ എന്ത് ചെയ്യും? പാസ് ചെയ്യും കപ്പാസിറ്റർ. AC സിഗ്നൽസിനൊക്കെ പാസ് ചെയ്യും. നേരെ മറിച്ച് DC ആണെങ്കിലും DC എന്ന് പറയുന്നത് എന്താ? ലോ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഒരൊറ്റ ഫ്രീക്വൻസി ഉള്ള സിഗ്നലാണ്. അത് വരുമ്പോൾ എന്ത് പറ്റും? XC = 1/2π FC. അപ്പോൾ ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴേക്കും എന്താ പറ്റുക? ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പം XC എന്ത് പറ്റും? കൂടും. അപ്പോൾ DCനെ എന്താ ചെയ്യുക? DCനെ ആക്ച്വലി ബ്ലോക്ക് ചെയ്യും കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇൻ കേസ്, അതായത് ഈ AC കൂടെ എന്തെങ്കിലും DC നോയ്സ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ അതിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. പ്യുവർ AC സിഗ്നലിൻ്റെ ഇൻപുട്ട് സിഗ്നലിനെ മാത്രമേ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? കടത്തിവിടും. അതേപോലെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും DC ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ C2 വെക്കുന്നത്. അപ്പം DCനെ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് എന്ത്? കപ്പാസിറ്റർ. ACനെ മാത്രം കടത്തിവിടുന്ന ആളാണ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് ആംപ്ലിഫിക്കേഷൻ നടക്കണം. അപ്പം ബേസിക് സർക്യൂട്ട് എലമെന്റ്സ് ആണ് മിസ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പം ബൈ ഹാർട്ട് ചെയ്യരുത്. ആദ്യം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കപ്പാസിറ്ററിനെ വരയ്ക്കാം. ദെൻ എന്ത് ചെയ്യണം? നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യണം, ആസ് വെൽ ആസ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ബയാസിങ്ങളും കൊടുക്കാം. ദെറാഫ്റ്റർ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തു? ഒരു റെസിസ്റ്റർ ഇട്ട് ലിമിറ്റ് ചെയ്തിട്ട് RBയും RCയും വരച്ചു. ദെൻ നമുക്ക് എന്താ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ അപ്ലൈ ടു ദ ബേസ് ആണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്. ബേസിൽ കൊടുക്കുക. രണ്ട് സ്ഥലത്തും കപ്പാസിറ്റർ ഇട്ടിട്ട് DCനെ ബ്ലോക്ക് ചെയ്യുക ടു പ്രിവെന്റ് ദ മൂവ്മെന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ടു ദ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ്. ഇത്രേ ഉള്ളൂ സർക്യൂട്ട്. ഇതൊരിക്കലും ഇലക്ട്രോണിക്സിലെ സർക്യൂട്ട്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യരുത്. സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഒരു പ്രാവശ്യം വരച്ചാൽ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ചെറിയ മിസ്റ്റേക്സ് വരും, പക്ഷെ അത് കറക്റ്റ് ചെയ്താൽ ഇറ്റ് വോണ്ട് റിപ്പീറ്റ് ചെയ്യില്ല നിങ്ങളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മിസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പോൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യും. AC ഇൻപുട്ട് നമ്മൾ ബേസ് എമിറ്ററിലെ ടെർമിനൽ അപ്ലൈ ചെയ്യാം. കളക്ടർ എമിറ്ററിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. AC കൊടുക്കുന്നതിന് നമ്മൾ ആംപ്ലിഫൈ നമുക്ക് ഏതിനെയാണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് അത് നമ്മൾ VS എന്ന് പറഞ്ഞു. C1 ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബേസിലോട്ട് പോകുന്ന കമ്പോണൻസിനെയൊക്കെ. C2 ഔട്ട്പുട്ടിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം IBയുടെ ICയുടെയും VCയുടെ വാല്യൂ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക DC കണ്ടീഷൻസിൽ സച്ച് ദാറ്റ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, അത് നമുക്ക് നോർമലി ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ നമുക്കതില്ല. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിടും. പക്ഷേ അതിനകത്ത് ഒരു ഫേസ് റിവേഴ്സൽ സംഭവിക്കാറുണ്ട്. അതായത് ഇപ്പം ഞാൻ കൊടുക്കുന്ന എൻ്റെ ഇൻപുട്ട് V1 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ എഴുതുമ്പോൾ ഇത് X ആക്സിസ് എഴുതണം, ടൈം Y ആക്സിസ് മിസ് എഴുതിയിട്ടില്ല. അത് ആക്ച്വലി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് കേട്ടോ. അപ്പോൾ V ഔട്ടാണ്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഞാൻ B ആണ്. അപ്പോൾ ഞാനൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഇതാണ് എൻ്റെ ഇൻപുട്ട് സിഗ്നൽ, സൈൻ വേവ്. അതെനിക്ക് ആംപ്ലിഫൈഡ് ആയിട്ട് വന്നു. ഞാൻ 5 കൊടുത്തു, എനിക്ക് 15 × 15 ആയിട്ട് കിട്ടി. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് വന്നപ്പോൾ ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവ് ആണ് വന്നത്. സം കൈൻഡ് ഓഫ് ഫേസ് റിവേഴ്സൽ സംഭവിച്ചു. അതായത് നേരെ ഒരു 180 ഡിഗ്രി ആ വേവ് മറിഞ്ഞു. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതായത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ അത് നേരെ ആംപ്ലിഫൈ ചെയ്യും, പക്ഷെ അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ഈ ഒരു പോർഷൻ നേരെ 180 ഡിഗ്രി തിരിയും. അപ്പോൾ 180 ഡിഗ്രി എപ്പോഴും ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും വരണേ. അതിൻ്റെ റീസൺ എന്താണെന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കോമൺ ബേസും കോമൺ കളക്ടറൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഫേസ് റിവേഴ്സൽ ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിലൊക്കെ ലൂപ്പ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ലൂപ്പ് ഇക്വേഷൻസിൽ നമ്മൾ KVL വെച്ചിട്ടാണ് നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതുപോലെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് മിസ് അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പാണ് എടുക്കണേ. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഈ ലൂപ്പാണ് എടുക്കണം. അതായത് VCC RC ഇത്. അപ്പോൾ ഇത് കളക്ടർ എമിറ്ററിന് അക്രോസ് ഉള്ളതാണ്. ഇത് കളക്ടർ ടെർമിനലാണ്, ഇത് എമിറ്റർ ടെർമിനലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ വോൾട്ടേജിനെ നമുക്ക് VC എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കറിയാം എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഇത് ശരിക്കും എൻ റീജിയൻ ആണ്, പക്ഷേ കമ്പയർഡ് ടു ഈ എമിറ്റർ എന്തായാലും ഗ്രൗണ്ട് ചെയ്ത് വെച്ചത് അതിനേക്കാൾ ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും എപ്പോഴും എന്തുവാ VCക്ക് വരിക. റെസിസ്റ്റർ കൂടെ പോകുമ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കും, എപ്പോഴും മൈനസ് ആയിരിക്കും. കാരണം ഇവിടെ കയറുമ്പോൾ കുറച്ചും കൂടി വോൾട്ടേജ് ഉണ്ടാകും. റെസിസ്റ്ററിൻ്റെ അതിൽ കൂടെ പോകുമ്പോൾ റെസിസ്റ്റൻസ് കൊണ്ടിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വരും. എപ്പോഴും മൈനസ്, ഇവിടെ മൈനസ് പ്ലസ്. ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ മൈനസ് ടു പ്ലസ്, അപ്പോൾ എന്തായിരിക്കും VCC പ്ലസ് ടു മൈനസ്, അപ്പോൾ എന്താ വരിക മൈനസ് IC ഇൻറ്റു RC. വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഇക്വലൻറ്റ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കൂടെ പോണ കറണ്ട് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടാണ്. ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? IC ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് RC. അപ്പോൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് ഞാൻ എടുത്തിരിക്കണേ IC RC. കാരണം വോൾട്ടേജുകൾ തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് റെസിസ്റ്റർ എടുക്കാൻ പാടില്ല. റെസിസ്റ്റർ ഇൻറ്റു അവിടുത്തെ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കണം. ഓക്കെ, പിന്നെ ഇതിൽ ഇങ്ങനെ ലൂപ്പിൽ വരുമ്പോഴുള്ള കമ്പോണൻസ് VCE ആണ്. VCE എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് VC ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? VCC മൈനസ് IC RC മൈനസ് VCE ഈക്വൽ ടു 0. ലൂപ്പ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ത്രൂ ഔട്ട് ഒരു ലൂപ്പിൽ എടുക്കേണ്ടത് മൈനസ് ടു പ്ലസ്, അതായത് നമ്മൾ ഒരു പോകുന്ന വഴി മൈനസ് ടു പ്ലസ് ആയതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ടു VCC, പ്ലസ് ടു മൈനസ് ആയതുകൊണ്ട് മൈനസ് IC RC, ഇവിടെ പ്ലസ് ടു മൈനസ് ആയതുകൊണ്ട് മൈനസ് VC ഈക്വൽ ടു 0. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? VCE ആണ്. അപ്പോൾ VCE ഈക്വൽ ടു എന്താണ്? VCC മൈനസ് IC RC. ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആ മൈനസ് സൈൻ പോയി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഔട്ട്പുട്ട് നോർമലി ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ബേസ് കറണ്ട് കൂടി, ബേസ് കൂടുമ്പോൾ നോർമലി ICക്ക് എന്ത് പറ്റും? ICയും കൂടും. അപ്പോൾ IC കൂടുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം ഇതിനകത്ത് എന്ത് പറ്റി? കൂടി. അപ്പോൾ VCക്ക് എന്താ പറ്റണം? ആക്ച്വലി VCE കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് കൂടിയപ്പം ആക്ച്വലി ഇൻപുട്ട് നമ്മൾ കൊടുത്തത് കൂടിയപ്പോൾ ഔട്ട്പുട്ട് എന്ത് പറ്റി? കുറഞ്ഞു. ഓക്കെ, ഇനി വേറെ നമ്മുടെ ബേസ് കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? IC എന്ന് പറയുന്നത് ഇൻപുട്ട് കുറഞ്ഞാൽ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ IC എന്ന് പറയുന്നത് കുറയും. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം ഇതിനകത്ത് ആക്ച്വലി കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേമിന് എന്താ ആക്ച്വലി സംഭവിക്കാം? അത് കൂടും, VCE കൂടും. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് റിയാക്ഷൻസ് സംഭവിക്കണത്. മനസ്സിലായോ? ഇൻപുട്ട് കൂടിയപ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞു, ഔട്ട്പുട്ട് വോൾട്ടേജ് കേട്ടോ. അപ്പോൾ ഈ ഡയറക്ഷനാണ് കേട്ടോ ഞാൻ പറയണത്. അത് ആംപ്ലിറ്റ്യൂഡല്ല മിസ് പറയണത്, അതിൻ്റെ ഡയറക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ IB കുറയുമ്പോൾ VCE കൂടും. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ അല്ല, ആ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മിസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇൻപുട്ട് കൂടുന്ന സ്ഥലത്ത് ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ് കൂടുക. ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത് ഈ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് IC കൂടിയപ്പോൾ എന്തുകൊണ്ടാണ് VC കുറഞ്ഞതെന്ന്, അത് ഇത്ര ഓർത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പം 8 ഈക്വൽ ടു 5 - 4 ആണെന്ന് വിചാരിച്ചു. ഇത് കൂടി, അപ്പോൾ ഇത് 5 ആയി. അപ്പം 5 - 5 എന്തായി? 8 = 5 - 4 അല്ല. ഓക്കെ, 8 = 5 - 3 ആണെന്ന് വിചാരിച്ചോ. അപ്പം ഞാനിത് 4 ആക്കി. ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം കൂടുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ വാല്യൂ എന്ത് പറ്റും? സോറി, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. 8 = 5 + 3 അല്ലേ. അപ്പം ഞാൻ വേറൊരു ടേം എടുക്കാം. ഇത് 2. ഓക്കെ, 2 = 5 - 3. അപ്പോൾ ഞാൻ 3 എന്നുള്ളത് 4 ആക്കി. 4 ആക്കി കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായി പോകും? 1 ആയി പോകും. കുറഞ്ഞു. കണ്ട, സബ്ട്രാക്റ്റിൻ്റെ ടേം കൂട്ടിയപ്പോൾ ഇൻ എഫക്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്ത് പറ്റും? കുറഞ്ഞു. ഇനി ഈ ടേം കുറച്ചു. IC എന്താ പറ്റണം? IC ഞാൻ എന്താ ചെയ്യണം? ആക്ച്വലി സബ്ട്രാക്ട് ചെയ്യണതിനകത്ത് നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യണം. IC കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇത് 2 ആയി. 2 ആകുമ്പം ഇതെന്ത് പറ്റും? കൂടും.
മനസ്സിലായോ? അപ്പോൾ ആ കൺസെപ്റ്റാണ്, ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഇസ് ഓൾ അബൌട്ട് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും അടുക്ക കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൻ്റെ കാര്യം നമ്മൾ പറയണം. ഓക്കെ, this is all about today's session. Thank you for listening. Thank you.